എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ ഈ അവാർഡ് കണ്ടില്ലേ? ഏഷ്യാനെറ്റിന്റെ മികച്ച പച്ചക്കറി കർഷകർക്ക് സംസ്ഥാന തലത്തിൽ കിട്ടിയ അവാർഡാണ്. തിരുവനന്തപുരത്ത് ഹോട്ടൽ അപ്പോളോ ഡിമോറിയൽ വെച്ച് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് അവർകളാണ് അവാർഡ് തന്നത്. അപ്പൊ വളരെ സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു. കാരണം ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം കൃഷി എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു ജോലിയാണ്. അതിലൂടെ നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വിലപ്പെട്ടതാണ് ഓരോ അംഗീകാരങ്ങളും. അപ്പൊ നമുക്ക് എല്ലാവരും കൃഷി എല്ലാവരും നമ്മുടെ വീട്ടിൽ ചെയ്യണം. അതുപോലെ അവാർഡ് തന്ന ഏഷ്യാനെറ്റിന് എന്റെ കുടുംബത്തിന്റെ പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളേണ്. പച്ചക്കറി കൃഷി പുരസ്കാരജ്ഞരായ ശ്രീമതി സുൽഫത്ത് മൊയ്തീന സുൽഫത്തിന്റെ കൃഷിയിടത്തെ കുറിച്ചുള്ള ലഘു വീഡിയോ കണ്ടതിന് ശേഷം പുരസ്കാരത്തിന്. ഇത് കൊച്ചി ഇടവനക്കാട് കാട്ടുപറമ്പിൽ സുൽഫത്ത് മൊയ്തീൻ എന്ന വീട്ടമ്മ ലോക്ക്ഡൌൺ കാലത്ത് ഓൺലൈനിലൂടെ കൃഷിപാഠങ്ങൾ മലയാളിക്ക് മുന്നിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയയായ നിരവധി കാർഷിക അവാർഡ് ജേതാവ്. 28 വർഷമായി കൃഷിയിൽ സജീവമാണ് ഈ വീട്ടമ്മ. സ്വന്തം പേരിലുള്ള 65 സെന്റ് ഭൂമിയിലും പാട്ടത്തിനെടുത്ത 50 സെന്റ് ഭൂമിയിലും സുൽഫത്ത് വിളയിക്കുന്നത് കൃഷിയുടെ പുത്തൻ കേരള മോഡൽ. കൃഷിയോടുള്ള ഒടുങ്ങാത്ത അഭിനിവേശം സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഒരു മുറം പച്ചക്കറി പദ്ധതിയിൽ സംസ്ഥാന തലത്തിൽ സുൽഫത്തിന്റെ 2ാം സ്ഥാനത്തെത്തിച്ചു. ഇതടക്കം നേടിയ 30ഓളം പുരസ്കാരങ്ങൾ മതി ഈ വീട്ടമ്മയുടെ കൃഷി സബരിയെ അടയാളപ്പെടുത്താൻ. മണ്ണിര കമ്പോസ്റ്റ് സ്ഥാപിച്ചുള്ള ജൈവ കാർഷിക രീതിയാണ് പിന്തുടരുന്നത് എന്നതുകൊണ്ട് തന്നെ സുൽഫത്തിന്റെ വിളകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ഇടവനക്കാട് കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും നിർദ്ദേശങ്ങളും സുൽഫത്തിന് കൃഷിയിടത്തിൽ മുതൽക്കൂട്ടാകുന്നു. കാർഷിക കേരളത്തിൽ സ്ത്രീകളുടെ പ്രസക്തിക്ക് മറിച്ചൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാനാകാത്ത സുൽഫത്തിന് ദളം 2ാമത് എഡിഷനിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ദളം പുരസ്കാരം ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് അവർകൾ ശ്രീമതി സുൽഫത്തിന് നൽകും.